നമ്മൾ വത്തിക്കാൻ സിറ്റിയിൽ എത്തി. നമ്മൾ മ്യൂസിയത്തിൽ പോകേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ 1 hour ലേറ്റാണ്. 10 മണിക്കായിരുന്നു ഗൈഡഡ് ടൂറ്, ഇപ്പോൾ 10:30 കഴിഞ്ഞു. വി ആർ ഗോയിങ് ടു സീ ഇഫ് വി ക്യാൻ സ്റ്റിൽ ഗെറ്റ് എൻ എൻട്രി ഇൻസൈഡ്. നല്ല ഭംഗി, ആർക്കിടെക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് പീറ്ററിൻ്റെ ബോട്ട്. എല്ലാം വായിച്ച് പഠിച്ചു തരും, എനിക്ക് പഠിപ്പിച്ച് തന്നിട്ട് എന്നെ വായിച്ചേൽപ്പിക്കും. We are inside Vatican Museum. ഫൈനലി We were lucky to get it. യാ, ഞങ്ങൾ ഗൈഡഡ് ടൂറാണ് എടുത്തത്. 10 o'clock ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും 10:45 കഴിഞ്ഞു. ബട്ട് ലക്കിലി 11 കഴിഞ്ഞു. പക്ഷേ ലക്കിലി അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഗൈഡഡ് ടൂറില്ല, ഞങ്ങൾ അകത്ത് കയറി ഒറ്റയ്ക്ക് പോയിക്കൊണ്ടുള്ള പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരു ഗൈഡഡ് ടൂറിന് എക്സ്ട്രാ 20 euros പെർ പേഴ്സൺ കൊടുത്താൽ. സോ അത് കൈൻഡ് ഓഫ് വേസ്റ്റ് ഓഫ് മണി ആയിപ്പോയി. ബട്ട് യു കെൻ സ്റ്റിൽ എൻ്റർ. പക്ഷേ ലൈൻ സ്കിപ്പ് ചെയ്തു. അപ്പോൾ കുറേ ക്യൂവിൽ നിൽക്കേണ്ട. ഗൈഡഡ് ടൂർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തരാൻ പറ്റും. സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ്സ് ഇല്ലെങ്കിൽ കുറേ വലിയ ക്യൂ ഉണ്ടായിരുന്നു. സോ ഇൻ ദാറ്റ് വേ വി ആർ ലക്കി. സോ ഫൈനലി ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്താണ്. കുറച്ച് സമയം എടുത്തു, ബട്ട് വി ആർ ഹിയർ. ഈ റാമ്പ് ഒരു ഒന്നൊന്നര റാമ്പായി പോയി കാണുന്ന പോലെയല്ല. ബട്ട് ഓവറോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. പടത്തിലും യൂട്യൂബിലും കാണുമ്പോൾ ഫേമസ് ക്ലോക്ക്. യു ഹാവ് എ ഗുഡ് ഡിസൈൻ ആൻഡ് എ പീകോക്ക് ദെയർ. ആൻഡ് ദെൻ ഓരോ ആൾക്കാരെന്നറിയോ, ഇത് രാവിലെ 11 മണി ഓൺ എ മൺഡേ നടക്കുന്നു. മമ്മി സോ മച്ച് ടു വാക്ക് അറൗണ്ട് ആൻഡ് സീ. ദിസ് ഈസ് ഗോണ ബി എ ബിസി ഡേ. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ പെയിൻറ്റിങ്സ് ആണത്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണത്. അപ്പം ഇത് ഈസ് ദ ക്രൈസ്റ്റ് ആൻഡ് ദ വെർജിൻ മേരി. ഇത് ഈസ് ദ മൈക്കലാഞ്ചലോയുടെ പടമാണ്. ആൻഡ് ദിസ് ഈസ് ദ സെൻറ്റ് സൈമൺ ഡിമാസ് സെൻറ്റ് ബ്ലേസ് കാത്തറിൻ ആൻഡ് സെൻറ്റ് സെബാസ്റ്റ്യൻ. അത് ഇവിടെയാണ് പെയിൻറ്റിങ്ങിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ടാണ് ഇവർ എക്സ്പ്ലനേഷൻസ് എല്ലായിടത്തും വെച്ചേക്കുന്നത്. ഇതാണ് ദ മീനോസ്, ദ ജഡ്ജ് ഓഫ് ദ അണ്ടർവേൾഡ്, വിച്ച് ഇസ് ഇൻ ദിസ് കോർണർ ദെയർ. ആൻഡ് യു ഹാവ് എ സംതിങ് വിച്ച് ഇസ് എ സീലിംഗ് ആയിരിക്കും. ഇത് സിസ്റ്റീൻ ചാപ്പലിനകത്ത് ഇങ്ങനെ സീലിങ്ങുള്ള പടങ്ങളാണ്. ആൻഡ് ദെൻ ദ ക്രിയേഷൻ ഓഫ് ദ ഡീറ്റെയിൽ ഡ്യൂറിങ് ദ ക്ലീനിങ്, ഇതാണ് ദ മെയിൻ ഫേമസ് പടമല്ലേ അതിൻ്റെ ഇതുള്ളത്. അങ്ങനെ കുറേ സംഭവങ്ങളുടെ ഡീറ്റെയിൽസാണ് എഴുതിയേക്കണത്. ആൻഡ് ദെൻ യു ഹാവ് ദ സെയിം തിങ്സ് ഹിയർ. ഇത് കുറച്ചും കൂടിയും ലൈക്ക് tables of the law, temptation of the Christ, the last supper. കുറേ മിക്സ്ചേഴ്സ് ആണ്. ഹാൻഡിങ് ഓഫ് ദ കീസ് പീറ്ററിന്, പിന്നെ ബാപ്റ്റിസം ഓഫ് ദ ക്രൈസ്റ്റ്, പിന്നെ ക്രോസിങ് ദ റെഡ് സീയിൽ ക്രോസ് ചെയ്യുന്നത്, മറ്റേ കടലിനായിട്ട് തിരിച്ചിട്ട് ലൈഫ് ഓഫ് മോസസ്, അങ്ങനെ കുറേ ഇതുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് മൊത്തം. ഇങ്ങനെ ഇത് 2-3 സ്ഥലത്ത് ഞങ്ങൾ കണ്ടു. ഇത് ഫുള്ള് ഇത് കുറേ നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. കാണുന്ന പോലെയല്ല, ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിക്കോളൂ ഇവിടെ നടക്കാനായിട്ട്. അത്രമാത്രം നടന്ന് കാണാനുണ്ട്. പക്ഷേ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇന്ന് കുറച്ച് ക്ലൗഡി ഡേ ആയതും കൊണ്ടും വെയിലിച്ചിരി വന്നുകൊണ്ടും പുകഞ്ഞത് വരലുണ്ട്. ബട്ട് നല്ല മഴയും പെയ്യാൻ സാധ്യതയുണ്ട്. സോ വാച്ച് ഔട്ട് ഫോർ ദ റെയിൻ. കുറേ നടന്ന് കാണണം. പിന്നെ ഒരു 1 way സിസ്റ്റം പോലെ കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് പോലും നമ്മൾ കറങ്ങി ഫുള്ളിങ്ങനെ കറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് പിന്നെ അങ്ങനെ കറങ്ങി, അങ്ങനെ എന്തൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ ഏതോ ഗൈഡുകളുടെയൊക്കെ പിന്നാലെ നടക്കണ്ട. അവർ പോണ വഴി കൂടെയൊക്കെ ഞങ്ങൾ പോകേണ്ടത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, പക്ഷേ സ്റ്റിൽ വി തോട്ട് ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് റൂട്ട് ടു സീ ദ ഫുൾ മ്യൂസിയം. എന്തോ ബിൽഡിംഗ് ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. കുറേ ഇങ്ങനെ അതിന് കുറേ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട്. ഇതുണ്ട്, താറാവിനെയൊക്കെ പിടിച്ചിരിക്കുന്നു. സ്വാണിൻ്റെ തലയൊക്കെ പോയി. ഇതൊക്കെ ദിസ് വലിയ തല. നമ്പർ 3 എന്താന്ന് നോക്കാം. ബസ്റ്റ് ഓഫ് ഓഷ്യൻ പോസിബിളി ഫൗണ്ട്. കൊളോസിയൽ മാസ്കാണ് ഇത്. അതിൻ്റെ ഇതായിട്ടാണ് ഫൗണ്ടൻ. പക്ഷേ ലുക്ക് അറ്റ് ദ ഡീറ്റെയിലിംഗ് ദേ ഡു. മുഖമൊക്കെ പോയി ആൾക്കാർ തൊട്ട്. പക്ഷേ ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫേസ്, ദ ഫിഷ് ആൻഡ് എവറിത്തിങ്. ചിന്താവിഷ്ടയായ ശ്യാമള.
ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആണ്, കുറേ കൂടി ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട്. നിറച്ച് പിള്ളേർ കിൻഡർ ഗാർഡൻ നടത്തണ പോലെയുണ്ട്. I'm really missing the audio guide because I feel like I can really understand what these are. Now I feel like മറ്റേ ഒരങ്ങനെ പൂമാലട്ടി പോലെ എന്തൊട്ടൊക്കെയാണെന്നൊന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കാനുള്ള ക്ഷമ എനിക്കില്ല. പറഞ്ഞു തരുവാണെങ്കിൽ പെട്ടെന്ന് കേട്ടുപഠിക്കായിരുന്നു. ഇവിടെ കുറേ തലകളും സ്റ്റാച്യൂസും വീണ്ടും തലകളും സ്റ്റാച്യൂസും ഒക്കെയാണുള്ളത്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഇപ്പോഴത്തെ വീഡിയോഗ്രാഫി സ്കിൽസ് നോക്കട്ടെ. ഹായ്. കുറേ ഇങ്ങനെ പടമുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ വന്നു, എനിക്ക് കണ്ട ഒരു ഓർമ്മയില്ല. ചെറുപ്പത്തിൽ നമ്മൾ പാരൻസിൻ്റെ കൂടെ ഒന്ന് കഴിയുമ്പോൾ പാരൻസ് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ തന്നെ. എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് പായ കൊടുക്കുന്ന സമ്മറിലായിരുന്നു, ചൂടെടുത്തിട്ട് മയ്യായിരുന്നു, എനിക്ക് നടക്കാൻ വേണ്ടായിരുന്നു. ഹാഡ് സോ ഇനഫ്. നമ്മൾ ഇപ്പോൾ അഡൾട്ട്സ് ആവുമ്പോൾ നമ്മൾ കയ്യിൽ കാശ് കൊടുത്ത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ നടക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിരേനെ കടിച്ച് തിന്നാം. This is the river garden replica. എഴുതിയേക്കുന്നത് ഒരു റിക്ലൈനിങ് പോസിലുള്ള എന്നാണ്. അതാണ് ഗ്ലാസ് വെച്ചേക്കണ റിവർ പോലെ. ഇനി ഇവിടെ ഉള്ളത് നമുക്ക് അനിമൽസിൻ്റെ തലയും മലുമാണ്, ബോഡി. മനുഷ്യരും ഉണ്ട്. പൊടി പിടിച്ചിരിക്കുന്നു, തുടച്ചാൽ എന്താ കുഴപ്പമല്ലേ? മ്യൂസിയം കണ്ട് ഒരു പരിവമായി. ഇനിയും ഉണ്ട് ഗൈസ് കുറേ കാണാൻ. ആൻഡ് ഞങ്ങൾ രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 1:32. അത് റിയാലിറ്റി when you are visiting places which you don't understand. Yeah, I think everyone's reaching that exhaustion level and like മറ്റേ വിശന്നിരിക്കുമ്പോൾ സ്ഥലം കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് exhaustion. Yeah, but we're getting really tired. So if you're not a museum person, I would definitely say skip it. If you just want to go and see the church, I think that's on a different level. Museum is not artifacts, so it's not everyone's cup of tea which to understand, but കുറേ സാധനങ്ങൾ കാണാനും വായിക്കാനുണ്ട്. So yeah. Oh, the view is amazing. All this yellow, orangey, brown buildings കാണാൻ നല്ല ഭംഗിയല്ലേ? You can see a new build there. മറ്റേ ഗ്ലാസിൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടെ.
ബട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പള്ളി എന്തോ സംഭവം ഉണ്ടായിരുന്നു മൊത്താലേസ് ചെയ്ത്. കുറേ ആർട്ടിഫാക്ട്സ് ഇനിയും കാണാനുണ്ട്. ഐ ഹോപ്പ് വി ആർ ഹാഫ് വേ ത്രൂ. അടുത്ത് നിൽക്കുന്ന മാർഷൽ പഴയകാല റോമിൽ ഇവർ നിൽക്കുന്നു. ഇങ്ങനെയാണ് പഴയകാല റോം ഇരുന്നത്. ദ ഫോട്ടോഗ്രാഫർ ആൻഡ് ചട്ടികൾ വൈൻ എടുത്ത് വെച്ച പാത്രമാണോ. ഞങ്ങൾ നേരത്തെ നടന്ന് കണ്ട സ്ഥലമല്ലേ, അതാണ് ഇത്. ഞങ്ങൾ മുകളിലെത്തി പാത്രത്തിനടുത്ത്. വീണ്ടും കുറേ പ്രതിമകളും, പക്ഷെ ഇത്തവണ മുകളിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. കുറേ റിസ്റ്റോർ ചെയ്തേക്കുന്നുണ്ട് കുറേ പെയിൻറ്റിങ്സ്. സ്റ്റെപ്സ് സോഫാർ നടന്നു. എല്ലാവരും മടുത്തു. ഓണസ്റ്റ് കുറേ നടന്നിട്ടുണ്ട്. ഒരു എക്സ്പെക്ട് ഇത്ര നടന്നിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ എന്നാലും മിസ് ചെയ്യുന്നതൊക്കെ കണ്ടോളൂ. ഞങ്ങൾ ഇവിടെ വരെ വന്നല്ലേ. പെയിൻറ്റിങ്സ് ആകാതിരിക്കാൻ അടി. ബട്ട് എക്സോഷൻ ലെവൽ ഈസ് 200. ഇങ്ങനെ ചെറുതിരിക്കുമ്പോൾ ആ ഒരു 3D എഫക്റ്റ് ദൂരെ നോക്കുമ്പോൾ വരാനായിട്ട്. പക്ഷേ മുകളിൽ നോക്കുമ്പോൾ എഫക്റ്റ് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഗൈസ് നമ്മളിപ്പോഴും സിസ്റ്റീൻ ചാപ്പൽ എത്തിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. രൂപത്തിൻ്റെ മുകളിൽ വിറക് കഷ്ണം കൊണ്ടുവച്ചിട്ട് അതിനെ ആട്ടെന്ന് വിളിക്കരുത്. മേ ബി ആ ലൈറ്റ് അടിക്കുന്ന ഷാഡോ വെച്ചിട്ട്. ബട്ട് സ്റ്റിൽ ഗൈസ് കമോൺ. മെറ്റലിൻ്റെ വിറക് കഷ്ണം. ഒരു സ്പിയർ കാണിച്ചില്ല, സ്പിയറിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തുള്ളിയാന്ന് തോന്നുന്നു. കണ്ടോ വാട്ടർ ഡ്രോപ്പ് ഓഫ് സൈക്കിൾ ഓഫ് ലൈഫ്. വി നോ ദാറ്റ് യെറ്റ്. ഇങ്ങനെയാണ് എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഐ ടെസ്റ്റിന് നോക്കും.
I'm entertaining Marshall as much as I can. സിസ്റ്റീൻ ചാപ്പലിൽ അവർ ഫോട്ടോസും വീഡിയോസും നല്ല അവിടെ അല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഞാൻ എടുത്തിട്ടില്ല. വി ആർ സ്ട്രേറ്റ് ഇൻ ടു ദ ലാസ്റ്റ് ബിറ്റ് വിച്ച് ഈസ് ലൈക്ക് ആർട്ടും ആർട്ടിഫാക്ട്സും ഉള്ള സംഭവങ്ങൾ. സോ അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ടു ബി ഓണസ്റ്റ് ഇവിടെ എവിടെ നിന്നാലും മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് പ്രിട്ടി. ലൈക്ക് എല്ലാം കാണാനായിട്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളും ലൈക്ക് ഐ എം അസ്യൂമിങ് ദാറ്റ്സ് പീറ്റർ വിത്ത് ദി കീസ്. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവിടെ കുർബാന നടക്കുന്നു. സോ മെനി തിങ്സ് യു കെൻ ലൈക്ക് ഇരുന്നിട്ട് നമുക്കതിൻ്റെ ആർട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആ സിസ്റ്റീൻ ചാപ്പലിൽ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ വീണ്ടും നല്ല ചൂടെടുക്കുന്നു. എന്ത് സംഭവം? നിങ്ങൾ ഇത് നോക്കുമ്പോഴേക്കും ഞാനത് വായിച്ചുതരാം. എനിക്ക് വായിക്കാൻ പറ്റില്ല ഇറ്റാലിയൻ, അതുകൊണ്ട് ആർക്കെങ്കിലും വായിക്കാൻ പറ്റിയെങ്കിൽ വായിച്ചോളൂ. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ മ്യൂസിയം പോലെ ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ മുകളിലേക്കൊക്കെ അഗാൻ വീണ്ടും അടിപൊളി പെയിൻറ്റിങ്സ്. സോ പ്രിട്ടി. കുറേ പിള്ളേരിങ്ങനെ നടക്കുന്ന, പിന്നെ അടുത്തത് കുറേ മലകന്മാർ പിള്ളേർ. ചെസ് ബോർഡ് പോലെ ഉണ്ടല്ലോ. ചെസ്സാണോ അത്? ഓരോന്നിനും ഓരോ സംഭവം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നടന്ന് തീരുമെന്ന്. ഞങ്ങൾ സിസ്റ്റീൻ ചാപ്പലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. So pretty. Chess. Mute sounds of peace. ഒക്കെ നടന്നിട്ടും മടുത്തില്ല എന്ന് കാണിക്കുന്ന എവിടെ പോയാലും ഫോട്ടോ എടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നല്ലോ. മടുത്തോന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറയണേ ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ ഞാനും മടുത്ത് സമ്മതിക്കാൻ വയ്യ. പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ കുറേ നടക്കാനുണ്ട്. ഇത്രയും നടക്കാനുണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഗോൾഡൻ ജൂബിലി ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് യു ഗെറ്റ് റയർ ഡോക്യുമെൻറ്റ്സ് ഓഫ് വത്തിക്കാൻ കളക്ഷൻസ് ആസ് വെൽ. നമുക്കിനി ഗിഫ്റ്റ് ഷോപ്പിൽ പോയി ഒന്നും മേടിക്കാതെ വെറുതെ വായി നോക്കിയിട്ട് വരാം. ഈ ഒരു മാഗ്നറ്റിന് കൊടുക്കണം €6. ദിസ് ഈസ് ഓൾസോ നൈസ്. പക്ഷേ അത്രയും കാശിന് അത് വർത്തിട്ടല്ല. തീറ്റി വയ്ക്കുന്ന സാധനം. പ്രൈസസൊക്കെ നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾക്കറിയാലോ ഗിഫ്റ്റ് ഷോപ്പിൽ എന്തുമാത്രം കാശാണ്. ഈ മാഗ്നറ്റിന് 350. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ മാഗ്നറ്റ്. ഇത് മറ്റേ മ്യൂസിയത്തിൽ കയറുന്ന സമയത്ത് ഒരു സ്റ്റെയർ ഇല്ല, അതാണത്. അതിന് €8. ഇതും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഇതിന് €8. ഹാൻഡ് മെയ്ഡ് ഗ്ലാസിൻ്റെ മാഗ്നറ്റ്. അതിന് പല ടൈപ്പ് ഉണ്ട്. പക്ഷെ എനിക്കുള്ളതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. മൈക്കൽ ആഞ്ചലോയുടെ മറ്റേ കൈ പിടിക്കുന്ന സംഭവം. മാർഷൽ, നമുക്കിപ്പോൾ കുറച്ച് പീസ് ആൻഡ് ക്വയറ്റ് കിട്ടിയ സ്ഥിതിക്ക് വാട്ട് ഈസ് യുവർ ഹോണസ്റ്റ് റിവ്യൂ? ഇപ്പം മടുത്തിരിക്കാനുള്ളത് കൊണ്ട് കുറേ നടക്കണം, കുറേ വെള്ളമൊക്കെ കയ്യിൽ കൊണ്ടുവന്നത് നല്ലതാണ്. ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നൊക്കെ തീർന്നു മേടിച്ചു, അതും തീർന്നു. പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ അടിപൊളി. ഇഫ് യു ലവ് ആർട്ട് യു ഗോണ ലവ് ദിസ് പ്ലേസ്. ബിക്കോസ് നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം കാണാനും ലൈക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടിപൊളിയാണ്. സ്വന്തമായിട്ട് വരികയാണെങ്കിൽ കുറേ സമയം എടുക്കൊണ്ട് പോകും. കാരണം പോകുന്ന 2 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. 3 മണിക്കൂറെന്ന് എനിക്ക് തോന്നണേ. യു ക്യാൻ ചെക്ക് ദാറ്റ്. ബട്ട് കുറേ നടന്ന് കാണണം ഗൈസ്, കുറേ. സോ ഞങ്ങൾ രാവിലെ 11 മണി 11:15 എപ്പോഴാണ് എൻ്റർ ചെയ്തത്. ഇപ്പോൾ സമയം 4:45.
അത്ര നേരം ഞങ്ങൾ നടന്നു. ഒൺലി ബ്രേക്ക് വി ഹാഡ് വാസ് ലൈക്ക് ഞങ്ങൾ കുറച്ച് ഒരു ക്യാഫേ ഉണ്ട്, സിസ്റ്റീൻ ചാപ്പലിൽ പോകണത് തൊട്ട് മുമ്പ് ഒരു ക്യാഫേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇഫ് യു വാണ്ട് ടു ഗോ ടു ടോയ്ലറ്റ് യു ക്യാൻ. ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയത്തിൻ്റെ അവിടെയും 2-3 ഏരിയാസിലായിട്ട് ഞാൻ ടോയ്ലറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നടക്കുന്ന സമയത്ത് ലൈക്ക് ഡോൺ വറി, നിങ്ങൾക്ക് ടോയ്ലറ്റ്സ് അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാഫേ പുറത്തും ലൈക്ക് റെസ്റ്റോറൻറ്റ് പോലെ പിന്നെ ഒരു ക്യാഫെയാണ് അകത്തുള്ളത്. ആ ക്യാഫേയിൽ ഞങ്ങൾ കോഫി ക്രോസോണ്ടൊക്കെ കഴിച്ച് ഞങ്ങൾ ലൈക്ക് കുറച്ച് ഒന്ന് റിഫ്രഷായി. എന്നിട്ട് വി വെൻ്റ് സിസ്റ്റീൻ ചാപ്പൽ. അവിടെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ അപ്പോൾ അതോടുകൂടി ഞങ്ങൾ ഈ പരിപാടി അവിടെ നിർത്തിയിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ചെയ്യും. നമ്മളിന്ന് മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മടുത്ത് നമ്മളിവിടെ പുറത്തിങ്ങനെ റെസ്റ്റിന് വേണ്ടി ഇരിക്കുകയാണ്. പറയൂ, ഇന്നത്തെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ടൂറ് വളരെ നന്നായിരുന്നു. പക്ഷെ നടന്ന് 7 മണിക്കൂർ നടന്ന് കാലൊക്കെ തേഞ്ഞ പോലെയായി. ഒരു രക്ഷയില്ല. ഇത്രയും നടന്നിട്ടുള്ളൊരു ദിവസം മമ്മീനും കൊണ്ട് നടന്നിട്ടുള്ള ദിവസം ഉണ്ടായില്ല, ജീവിതത്തിലുണ്ടായില്ല. പിന്നെ ഇത് നമ്മളുടെ ഒത്തിരി നാളത്തെ ഒരു പ്രതീക്ഷയായിരുന്നു, ഇങ്ങനെ കാണണം, ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലമായി. മമ്മി പറയൂ. എന്താ പറയാനാ, ഒരു ആഗ്രഹം പൂർത്തിയായി. ഇനി ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പറയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഗ്രഹം പറയും. ഇങ്ങനത്തെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഇല്ല. കോൾഡ് കോഫി കുടിക്കുന്ന മാഷൽ ഇനി നടക്കാൻ വരുന്ന. അപ്പം ഇനി മ്യൂസിയത്തിൽ വരില്ല, വേറെ എവിടെയെങ്കിലൊക്കെ നടക്കാൻ പോകും. റോമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നടന്ന് കാണും. നടക്കാനുണ്ടായിരുന്നു അറിയായിരുന്നു, പക്ഷേ ഇത്രയും നടന്ന് കാണാനുണ്ടായിരുന്നു വിചാരിച്ചില്ല. ഡിഡ് അബൌട്ട് എൻ്റെ വാച്ചിൽ 14K സ്റ്റെപ്സ് ചെയ്തു. നമ്മൾ കാലത്ത് 8:30 നടന്നു തുടങ്ങിയതാണ്. 8:30 പോട്ടെ, 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ. നമ്മൾ ഇറങ്ങിയില്ല കൈസ്. 9 മണിയാ പോരട്ടെ. 9:20 ഇറങ്ങി. 8:30 ഇറങ്ങണ്ടേ, ഞങ്ങൾ 9:20 ഇറങ്ങി. 9:20 ഇറങ്ങി. 11 മണി എപ്പോഴാണ് നമ്മൾ ഇവിടെ, അല്ല 10:50 എപ്പോഴാണ് നമ്മൾ മ്യൂസിയത്തിന്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്തത്. 5 മണിക്ക് പുറത്തിറങ്ങി. ഇനിയും ഇതിനകത്ത് കുറച്ച് ഭാഗം കൂടി കാണാനുണ്ട്. അപ്പം നമുക്ക് ആ സ്ഥലം കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിന്ന് തീരുമാനം. ഇന്ന് കാലാവസ്ഥ ആക്ച്വലി നല്ലതായിരുന്നു. ഇടയ്ക്കൊരു മഴ പെയ്തതും, പക്ഷെ ഒരു ക്ലൗഡി ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ചൂടെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ചൂടാട്ടോ. ചില സ്ഥലത്ത് തണുപ്പുണ്ട്, ചില സ്ഥലത്ത് ഭയങ്കര ചൂടുണ്ട്. പിന്നെ അത് അവർ പറഞ്ഞായിരുന്നു, മറ്റേ കാർപ്പറ്റുള്ള അവർ പറഞ്ഞു അതാണ് ഏറ്റവും കൂളസ്റ്റ് സമ്മറിൽ ആ ബിൽഡിങ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂളസ്റ്റ് സമ്മറിലോ, പക്ഷേ ഇപ്പോഴേ ചൂടെടുത്തിട്ട് അപ്പോൾ സമ്മറിന്ന് ആലോചിച്ചൊക്കെ കുറേ ഭംഗിയുള്ള സംഭവങ്ങളാണ്, കുറേ കാണാനുണ്ട്. എപ്പോഴും എല്ലാവർക്കുള്ള ഒരു സജഷൻ ഞാൻ പറയാനുള്ളത്, നടക്കാൻ പറ്റുന്ന സമയത്തൊക്കെ വന്നാൽ മതി. ഇത്രയും പ്രായമാവുന്നവരെ കാത്തിരിക്കരുത് ആരും. ഞങ്ങളുടെ പ്രായമാവുന്നവരെ കാത്തിരിക്കരുത്. ഞങ്ങൾ നേരത്തെ കൂട്ടി വരിക. ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക് വാസ് ടു ഗോ ടു ഇവിടെ വന്ന് കാണാം. അത് ഞങ്ങൾ കണ്ടു. ഇനി എന്ന് കണ്ടാലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാണാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. സിസ്റ്റീൻ ചാപ്പൽ കണ്ടു, നമ്മൾ ലിയോനാർഡോയുടെ ഇത് കണ്ടു. മാർഷലിന് കാറിൻ്റെ സംഭവം കാണാൻ പോകണം. പോപ്പിൻ്റെ കാർ ഞാനും പോവാം. അപ്പോൾ വണ്ടി കണ്ടിട്ട് വരാം. പുറത്തിറങ്ങിയിട്ട് ഗാർഡൻ്റെ സൈഡിലുള്ള സംഭവമാണത്. പപ്പാതി കാറുകളൊക്കെ, വണ്ടികൾ, കാട്ടുകൾ, മാർപ്പാപ്പയുടെ. സോ ദാറ്റ്സ് പ്രിറ്റി കൂൾ. ബക്കിംഗ്ഹാം പാലസിൽ ഒന്നുവരെയുണ്ട്. പണ്ട് ഞാനിതുപോലെ ലണ്ടനിൽ പോയപ്പോഴാണ് വീഡിയോ എടുത്തത്, പക്ഷെ അന്ന് വ്ളോഗൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി പോഷർ കാർസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നമ്മളിങ്ങനെ ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽഡായിട്ടുള്ള ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഇല്ല, ഭയങ്കര റിയൽ ലൈഫ് ലൈക്ക്. എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അതുപോലെ എംബ്രോയിഡറി ഓൺ സ്റ്റഫ്, ലൈക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവങ്ങളാണ്. ലൈക്ക് ഇപ്പം ഞാനിങ്ങനെ സ്റ്റാച്ചു ആണെങ്കിൽ ഭംഗിയുണ്ട്, പക്ഷേ ചില സമയത്ത് സ്റ്റാച്ചു മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്ത് ആർട്ടും അതിൻ്റെ ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അവർ വെച്ചേക്കുന്നത്, അതൊക്കെ ഭയങ്കര അടിപൊളി. ലൈക്ക് ഫിലുക്ക് ദിസ്, മറ്റേ ബട്ടൺസ്, ടൈ, സ്കാർഫ്, എന്നാൽ ഐബ്രോയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടാവും. ഡീറ്റെയിൽസ് ഒക്കെ എന്തുമാത്രം പണിയാണ് അവർ ചെയ്തേക്കണേ എന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പുറത്ത് കാറുകളുണ്ട്. കെൻ യു സീ കാർ ദർ? മേ ബി യു കാൺ. ഞാൻ കാറുകൾ വരുമ്പോൾ കാണിച്ചത് കാറ്. വാ, സോ പ്രിറ്റി. സൺഗ്ലാസ് വെച്ചേക്കാൻ പറ്റില്ലേ കാറ്? എന്നാൽ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഇതുണ്ടോ, പാപ്പയുടെ മറ്റേ പീറ്ററിൻ്റെ കീസും
മാർപ്പാപ്പയുടെ മറ്റേ തൊപ്പിയുടെ സംഭവങ്ങളൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനകത്ത് ബ്ലാക്ക് വൺ ഹിയർ. അത് കുറച്ചും കൂടി ഇൻട്രിക്കറ്റ്. ഇത് ബെൻസാണ്, ലൈക്ക് ഇൻട്രിക്കറ്റ് ഡീറ്റെയിൽസ്. ഇത് എന്ത് മോഡലാണ്, എന്ത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല. എല്ലാതും ബെൻസായിരിക്കും. അത് വേറെ എന്തോ ചിഹ്ന. ഇഫ് യു ആർ എ കാർ ബൈ പ്ലീസ് ലെറ്റ് മീ നോ, ഐ ഡോണ്ട് നോ. ആൻഡ് ദെൻ യു ഹാവ് കുറച്ചും കൂടി ലൈക്ക് ഇങ്ങനത്തെ വണ്ടിയുണ്ട്. ബെൻസിൻ്റെ തന്നെ വേറൊരു കുറച്ചും കൂടി ഓ ശരിയാണല്ലോ, ഒരു ചെയറുള്ള അകത്ത്, പക്ഷെ ഫ്രണ്ടിൽ 2 ചെയറാണ്. സോ കൂൾ. ഫെറാറി ഫോർമുല 1 ഇത് വീല്. പിന്നെ വേറൊരു കാറ് കണ്ടോ. മാർപ്പാപ്പയ്ക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റ് മാത്രമേ ഇത് കാറിനകത്തുള്ളൂ. ഫ്രണ്ടിൽ മറ്റേ പ്രോപ്പർ എല്ലാവർക്കും 2 സീറ്റ് ഇരിക്കാനുണ്ട്. ഇതിനകത്ത് ബിഗ് സീറ്റാണ്, അപ്പുറത്തും ഇപ്പുറത്തും സീറ്റ്. പാപ്പയുടെ കൂടെ ആൾക്കാർ പോവുകയാണെങ്കിൽ ഐ തിങ്ക് എന്തോരം കാറാണ്. ഇനി വൈറ്റ് കാറ്, ലൈക്ക് വിസിറ്റിങ്ങിന് ടാറ്റ കൊടുക്കാനായിട്ടുള്ള കാറ് പോലെ. അതിൻ്റെ വേറെ മോഡൽ കണ്ടോ. പാപ്പ ഇങ്ങനെ ബാക്കിലിരിക്കും. ഇത് വോൾസ്വാഗൻ്റെ ബീറ്റിലാണോ? ഈ ബിൽഡിങ്ങിലാണ് മാഷൽ പറഞ്ഞത് നമ്മൾ വന്നിട്ടില്ലെന്ന്. പപ്പ പറഞ്ഞു നമ്മളിവിടെയൊക്കെ വന്ന് ഓൾറെഡി കണ്ടതാണ്, അപ്പം ഇനി ഇത് കാണണ്ടെന്ന്. മാഷൽ പറഞ്ഞു നമ്മൾ സ്ഥലത്തേക്കേ വന്നിട്ടില്ലെന്ന്. സോ വി വിൽ സൂൺ ഫൈൻഡ് ഔട്ട് നമ്മളിവിടെ വന്നതാണോ അല്ലയോ. കീപ് വാച്ചിങ് ടു ഫൈൻഡ് ഔട്ട്. കോഫി കുടിച്ചതിൻ്റെ ഇത്തിരി ഷുഗർ ഹൈ ആയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഡിപ്രിഷിയേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണോ സ്പൈക്ക് ഡ്രോപ്പ് വരുന്നത്. നേരത്തെ ഞങ്ങളൊരു ബിൽഡിങ് കണ്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ബിൽഡിങ്ങാണിത്. ഞങ്ങളിത് കണ്ടിട്ടില്ല. സോ ഇതൊരു മ്യൂസിയമാണ് ഓഫ് പീപ്പിൾ, ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ഓരോരോ ഇത് ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ള വീടുകളാണെന്ന് എനിക്ക് തോന്നുന്നു. ഔട്ട്ഫിറ്റ്സ്, അവരുടെ ക്ലോത്ത്സ് ആൻഡ് സ്റ്റഫ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അതാണ് ഞങ്ങൾ ആ പറഞ്ഞ ലിയനാർഡോ എന്ന് എഴുതിയ ബിൽഡിങ്ങിനകത്ത് ഉള്ളത്. അവിടെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട് കണ്ടോ, വലിയ വഞ്ചി. ഞാനിത് കുറച്ച് നേരം വീഡിയോ എടുക്കുന്നുള്ളൂ, ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ ഇത് കാണിച്ചു തന്നു കഴിയുമ്പോൾ എനിക്കും ബോറടിക്കും ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് കൊള്ളാം അല്ലേ. ഐ എം വാക്കിംഗ് ലൈക്ക് ഇൻ 1.2 സ്പീഡ്. എന്ത് കുറേ സംഭവങ്ങൾ. ഇത് വായിച്ച് തീർക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും കണ്ടു തീരാനുള്ള കൊതി കൊണ്ടും നമ്മൾ ഷട്ടപ്പട്ടയെന്നെല്ലാം കാണുന്നതായിരിക്കും. ഇത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ദെൻ ഇത് ഓഷ്യാന ആണ്. ഓക്കെ, നമുക്ക് ലിഫ്റ്റ് എടുത്തിട്ട് മുകളിൽ പോകുന്നതായിരിക്കും. ഇത് കണ്ടത് നമ്മൾ വായിച്ചത് ന്യൂ ജനീവയല്ല, ഞാൻ വായിച്ചിരുന്നത്. അതവിടെ അമ്പലവും പിന്നെ ഒരു ടെമ്പിളുണ്ട്. ലെറ്റ്സ് ഗോ ഇൻ ദി ലിഫ്റ്റ്. നമ്മൾ ലിഫ്റ്റിൽ പോട്ടെ. ഇത് മറ്റേ വാക്ക് ത്രൂ പോലെയാണ്, പക്ഷേ സ്പീഡ് ഒക്കെ ഒരു നഷ്ടമായി. ഇനി എക്സിറ്റ് അല്ല, മാർപ്പാപ്പയുടെ സംഭവങ്ങളൊക്കെ. ഐ തിങ്ക് ദീസ് ആർ സ്റ്റാമ്പ്സ് പോപ്പിൻ്റെ. പിന്നെ പോസ്റ്റ് ഇടാൻ നമ്മളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. എൻ്റെ കോഫി കുടിച്ച ഷുഗർ ഇപ്പോൾ തീരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോകാം. പോസ്റ്റ് ഓഫീസുണ്ട് ഇവിടെ. വത്തിക്കാനിലേക്ക് പോസ്റ്റ് ഇടാനായിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ. നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്, ഫൈനലി.
Marshall wants to go to St. Peter Basilica now. I'm also refreshed to go. I don't mind going. എനിക്ക് മറ്റേ കോഫി കഴിച്ചതിൻ്റെയും ഷുഗറിൻ്റെ ഒക്കെ ഇപ്പോഴും അത് ഉണ്ട്. സോ ഐ കെൻ സ്റ്റിൽ. നമ്മൾ രാവിലെ നടന്നു വന്ന വഴിയാണ് ഇതെല്ലാം. ദിസ് ഈസ് സെൻറ്റ് പീറ്റർ ബസിലിക്ക. when there's less people because എല്ലാം അടച്ചു പൂട്ടി. നാളെ ഞങ്ങൾ വരുമ്പോഴത്തേക്കാൾ കൂടുതൽ ആൾക്കാരൊക്കെയാണെങ്കിൽ ഓക്കെ. ഇനിയും അത്രയും നടക്കണം. ഒരു ഐ കെൻ സീ ലൈക്ക് 7 more doors. ഓ ദിസ് ഈസ് നൈസ്. പക്ഷെ ഞാൻ 10 euro കൊടുത്തത്. ഞങ്ങൾ പണ്ട് വന്നത് കരിഞ്ഞുണങ്ങിയ ഒരു ഭയങ്കര സമ്മർ കാലത്തായിരുന്നു. കത്ത വെയിലിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്ത് വന്നിട്ട് ഇവിടെ കയറിയിരിക്കുക, അവിടെ പോയിരിക്കുക, പിന്നെ വലിച്ചു ഉണ്ണാത്തൊക്കെ നടന്ന അന്ന് നമുക്കൊന്നും കണ്ണാലൊന്നും ഇന്നൊക്കെ എന്തിനാ ഞങ്ങളെ കാണിക്കണേന്നുള്ള ഒരു ഇതാണ്. ഞങ്ങൾ വീണ്ടും കാശ് കൊടുത്ത് പ്രായപൂർത്തിയായപ്പോ ഒന്ന് പ്രായപൂർത്തിയായപ്പോ കാരണന്മാർ കൊണ്ടുപോയി. അത് തന്നെ. ഇനി നിങ്ങൾ വന്നത് കാട്. അമ്മയോടെ പോയ എന്തായാലും വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോവാം എല്ലാം. ഇനിയും കാണണമെന്നും പറയരുത്. ഇതൊക്കെ നീ കണ്ടിട്ടുണ്ടോ? അവിടെ മൺചട്ടി കണ്ടോ? യെസ്, കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മൺചട്ടി. നല്ല പാത്രം. അത് പോയതിന് നഷ്ടമാവായിരുന്നോ? എന്ത് പറഞ്ഞാലും പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയേ.